ഈ പാലാ നഗരസഭയിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാൻ പോവുകയാണ്. ഇടതു പിന്തുണയോടെ വിമത വിഭാഗത്തിലെ മായ രാഹുലും UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ റിയ ബിനു ചീരക്കുഴിയുമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അമ്പിളി നമ്മുടെ പ്രശാന്ത് തയ്യാറാണ് കോട്ടയത്ത്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുകയാണ് പാലാ നഗരസഭയിലേക്ക്. പ്രശാന്ത് അടക്കമുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ നല്ല തിരക്കായിരിക്കും അവിടെ. ഞങ്ങളൊക്കെ എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കും പ്രശാന്തിൻ്റെ വിവരങ്ങൾ അറിയാൻ. പ്രശാന്ത്, ഈ മായ രാഹുലിന് തന്നെയല്ലേ സാധ്യത, ഒരു അട്ടിമറിക്കുള്ള സാധ്യത അത് തോന്നുന്നുണ്ടോ പ്രശാന്തിന്? ഗുഡ് മോർണിംഗ് മായ, അമ്പിളി. തീർച്ചയായും പാലാ ഇന്നൊരു ശ്രദ്ധാകേന്ദ്രമായി വീണ്ടും മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ UDF ഭരണസമിതി ഇവിടെ അവിശ്വാസത്തിലൂടെ പുറത്താവുകയായിരുന്നു. ഇതിനുശേഷം ഇന്ന് നടക്കുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മായ രാഹുൽ, അത് വിമത വിഭാഗത്തിലെ മായ രാഹുൽ, അവർ സ്വതന്ത്രയായി മത്സരിച്ച് ജയിച്ചു വന്ന ശേഷം UDFിൻ്റെ പിന്തുണയോടെ ഉപാധ്യക്ഷയായതാണ്. എന്നാൽ ഈ അവിശ്വാസത്തിൽ ചെയർപേഴ്സൺ ദിയ ബിനുവിനെതിരെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അവർ വിമത വിഭാഗത്തിന് ഒപ്പം ചേരുകയായിരുന്നു. അപ്പോൾ ഇന്ന് നടക്കുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മായ രാഹുൽ ചെയർപേഴ്സൺ ആയേക്കുമെന്നാണ് കരുതുന്നത്. കാരണം 15 പേരുടെ പിന്തുണ മായ രാഹുലിന് നിലവിലുണ്ട്. അങ്ങനെ 16 വോട്ടോടെ കൂടി മായ രാഹുൽ ഒരുപക്ഷെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. UDFിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി റിയ ബിനോ ചീരക്കുഴി എന്ന കോൺഗ്രസിൻ്റെ കൗൺസിലറാണ് മത്സരരംഗത്തുള്ളത്. റിയയ്ക്ക് കിട്ടാൻ സാധ്യതയുള്ളത് 9 വോട്ടുകൾ മാത്രമാണ്. അതായത് UDFിന് നിലവിൽ 9 വോട്ടുകളാണുള്ളത്. വിവിധ വിഭാഗത്തു നിന്നും ഒരാൾ കൂടി പിണങ്ങി പിരിഞ്ഞ് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്, UDFിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ചെയർപേഴ്സണെതിരെ, ദിയ ബിനുവിനെതിരെ വോട്ട് ചെയ്ത ലിസിക്കുട്ടി മാത്യു എന്ന കോൺഗ്രസിൻ്റെ കൗൺസിലറാണ്. ഇവർ അവിശ്വാസത്തെ പിന്തുണച്ചതിനെ തുടർന്ന് ഇവരെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു. നടപടി ഇടുന്നതിനിടെയാണ് ഇവർ വിമത വിഭാഗത്തിൽ നിന്നും പിണങ്ങി ഇപ്പോൾ UDFിനൊപ്പം ചേർന്നിരിക്കുന്നത്. ഇവരുടെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ ആകെ 10 വോട്ട് റിയ ചീരാങ്കുഴിക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും LDFിനുള്ളിലും ചില തർക്കങ്ങളുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം അധികാരം പങ്കിടേണ്ട എന്നുള്ളതാണ് LDFിൻ്റെ നിലവിലൊരു തീരുമാനം. പുറമേ നിന്നുകൊണ്ട് വിമത വിഭാഗത്തെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് LDF മുന്നോട്ട് പോകുന്നത്. എന്നാൽ LDFിലുള്ള ചില കൗൺസിലർമാർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ ചില താല്പര്യങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് തർക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിലെ ഉപാധ്യക്ഷയായ മായ രാഹുൽ ചെയർപേഴ്സണായി മാറുകയാണെങ്കിൽ, ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ഒഴിവ് വരും. ഈ സ്ഥാനത്തേക്ക് നിലവിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ബിജു മാത്യൂസ്, അതോടൊപ്പം തന്നെ ടോണി തൈപ്പറമ്പിൽ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. എന്നാൽ ഇതൊക്കെ സംബന്ധിച്ച് നിലവിൽ LDFിലും ചില തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഉണ്ടായേക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും 11 മണിക്കാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നഗരസഭാ ഹാളിൽ തന്നെയാണ്, കൗൺസിൽ ഹാളിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങൾ പാലായിൽ നടക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ചെയർപേഴ്സണെതിരെയുള്ള അവിശ്വാസം കൊണ്ടുവന്നപ്പോഴും വളരെ നാടകീയമായ നീക്കങ്ങളൊക്കെ കണ്ടതാണ്. 5 പേർ മാറി വരുന്നതൊക്കെ കണ്ടതാണ്. ഏതായാലും വരും മണിക്കൂറുകൾ നിർണായകമായി തന്നെ മാറുകയാണ് മായ, അമ്പിളി.